തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിത, ഒരുപാട് ആന്തരിക മുറിവുകൾ പേറുന്ന മനുഷ്യരാണ് ചുറ്റും. അമ്മയുടെ ഉദരത്തിലായിരിക്കെ തന്നെ മുറിവേൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ മാതാപിതാക്കളിലൂടെ, ക്ലാസ് മുറികളിൽ കൂട്ടുകാരിലൂടെ, അധ്യാപകരിലൂടെ, വീണ്ടും സഹവാസികളിലൂടെ, ജോലിസ്ഥലത്തെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മുറിവേക്കുന്ന അനേകം മനുഷ്യരുണ്ട്. മുറിവുകളൊക്കെ സൗഖ്യപ്പെടണം. മറക്കപ്പെടാത്ത ആന്തരിക മുറിവുകൾക്ക് പറയുന്ന പേരാ പക. പക വന്നാൽ നമ്മുടെ ഉള്ളിൽ എല്ലാ ശാന്തതയും നഷ്ടപ്പെടും. തീർച്ചയായിട്ടും അതൊരു കള്ളനാണ്. നമ്മുടെ ആന്തരിക നന്മകളെയൊക്കെ കവർച്ച ചെയ്യുന്ന ഏറ്റവും വിദഗ്ധനായ ഒരു കള്ളൻ. പകയുള്ള മനുഷ്യരെ ഒന്ന് നോക്കുക. അവരുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം കിട്ടുപോകില്ലേ? അവിടെ നന്മകൾ കൈമോശം വരില്ലേ? 3 തരം നഷ്ടങ്ങൾ ഒരു മനുഷ്യനുണ്ടാകും. ഉള്ളിൽ വെറുപ്പും വിരോധവും ഉണ്ടെങ്കിൽ ഉള്ളിലെ അവൻ്റെ തന്നെ ശാന്തത അവൻ നഷ്ടപ്പെടും. വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള ബന്ധവും അവൻ അകന്നു പോകും. എന്തിന്? ദൈവവുമായിട്ടുള്ള ബന്ധം പോലും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആദ്യം ബലിവസ്തു അവിടെ വെച്ച് രമ്യതപ്പെടാൻ. ദൈവവുമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥന രൂപപ്പെടണമെങ്കിൽ ഉള്ളിലെ വെറുപ്പ് മാറണം, വിരോധം മാറണം. ഓർക്കുകയാണ് സൂര്യകൃഷ്ണമൂർത്തിയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് മുറിവുകളെന്ന. അതിൽ ഒരപ്പനും മകനുമുണ്ട്. വെറും 2.5 വയസ്സുള്ള കുഞ്ഞാണ്. അപ്പനെയും മകൻ ഒരുപാട് സ്നേഹമാണ്. പക്ഷേ അപ്പന് മുൻകോപം എന്നൊരു ദുസ്വഭാവമുണ്ട്. പെട്ടെന്ന് കോപിക്കും. ഒരു ദിവസം അയാളൊരു പുതിയ കാറ് വാങ്ങി. ആ കാറുമായിട്ട് തൻ്റെ കുഞ്ഞിനെയും അതിലിരുത്തി ആദ്യ സവാരിക്കും പോയി. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഒരു കടൽ തീരത്തെത്തി. ആ കുഞ്ഞിനെ കാറിലാക്കിയിട്ട് തീരം കാണുവാൻ വേണ്ടി അയാൾ നടന്നു പോവുകയാണ്. കുറേ നേരം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നപ്പോൾ കാണുക, തൻ്റെ കുഞ്ഞ് കാറിന് പുറത്ത് വന്ന് ഒരു കല്ല് കൊണ്ട് ആ പുതിയ കാറിൽ എന്തോ വരച്ചു കൊണ്ടിരിക്കുന്നു. സഹിക്കാൻ പറ്റിയില്ല. മുൻകോപി ആ മനുഷ്യൻ ഓടി വന്ന് കുഞ്ഞിനെ അടിക്കാൻ തുടങ്ങി. കോപം തീരാത്തത് കൊണ്ട് കാറിൻ്റെ ലിവർ എടുത്ത് ആ കുഞ്ഞിൻ്റെ വിരലുകളിലേക്ക് ആഞ്ഞടിച്ചു. വലത്ത് കൈയിലെ 4 വിരലുകൾ അങ്ങോട്ട് അറ്റുപോയി. എന്നിട്ട് കോപം അടങ്ങാത്തത് കൊണ്ട് ലിവർ വലിച്ചെറിഞ്ഞ് വീണ്ടും തീരത്ത് നടക്കാൻ പോയി. കുറേയധികം സമയം കഴിഞ്ഞ് കുറ്റബോധം വന്നപ്പോഴാണ് തിരികെ വന്നത്. ബോധമറ്റ് കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. സമയം വൈകിപ്പോയത് കൊണ്ട് ഇനി വിരലുകൾ യോജിപ്പിക്കാൻ പറ്റില്ല. എന്നേക്കുമായിട്ട് ആ കുഞ്ഞിൻ്റെ വിരലുകൾ നഷ്ടപ്പെട്ടു. കുറ്റബോധത്തോടെ അപ്പൻ ആ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുക. കുറേയധികം സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ബോധം വന്നു. വന്ന ഉടനെ അവൻ അന്വേഷിച്ചത് അപ്പനെയാണ്. അടുത്തിരുന്ന അപ്പൻ്റെ അടുത്ത് ആ കുഞ്ഞ് നഷ്ടപ്പെട്ട ആ വിരലുകളുള്ള കൈകൊണ്ട് തലോടിയിട്ട് പറഞ്ഞു, അപ്പ കുഴപ്പമില്ല. അത് കേട്ട നിമിഷം വീണ്ടും ഈ അപ്പന് എന്തെന്നില്ലാത്തൊരു കുറ്റബോധം വന്നു. മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി ഹോസ്പിറ്റലിൻ്റെ മുമ്പിലേക്ക് വരികയാണ്. പാർക്ക് ചെയ്ത തൻ്റെ കാറിലേക്ക് വെറുതെ ആ മനുഷ്യൻ നോക്കി. അപ്പോൾ അയാൾ കണ്ടു മകൻ കടൽ തീരത്ത് വരച്ചിട്ട ആ ഭാഗം. ഐ ലവ് മൈ ഡാഡി. എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന ആ വാക്ക് കേട്ട് അയാൾ വിങ്ങിപ്പൊട്ടിയിട്ടാണ് ഓടിപ്പോയത്. ആ പുസ്തകം പറയുന്നത് അന്ന് രാത്രി അയാൾ ആത്മഹത്യ ചെയ്തെന്ന.
മുറിവുകൾ എന്ന പേരുള്ള പുസ്തകം. സത്യം, ഉള്ളിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ അവരൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകും. എന്നാൽ ക്രിസ്തുവിനെ ഒന്ന് നോക്കുക. സ്വയം മുറിവേറ്റുകൊണ്ട അവൻ നമ്മുടെ മുറിവുകൾക്ക് സൗഖ്യം നൽകിയത്. കുരിശിൽ കിടക്കുമ്പോൾ ഹൃദയത്തിലേക്കൊരു പടയാളി കുന്തമ്മന കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചപ്പോഴും ആ മുറിവിൽ നിന്ന് വീണ രക്തം കൊണ്ടല്ലേ ആ അന്ധനായ പടയാളിക്ക് കാഴ്ച കിട്ടിയത്. സ്വയം മുറിവേച്ചു, എന്നിട്ട് അപരൻ്റെ രോഗങ്ങൾക്കും വേദനകൾക്കും അവൻ സൗഖ്യമായിട്ട് മാറി. ഈ മുറിവുകളെയാണ് നാം ധ്യാനിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ ആന്തരികമായി മുറിവുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ മുറിവിലേക്ക് നോക്കി സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വെറുപ്പും വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമ കൊണ്ട് ആ മുറിവുകൾക്ക് സൗഖ്യം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്തുവേ, നിൻ്റെ മുറിവ് കൊണ്ട് ഞങ്ങളുടെ മുറിവുകളെ സൗഖ്യപ്പെടുത്തുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുറിവുവെട്ടം